ഹലോ, ഇന്ന് ഒരു ബിസി ഡേ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഓർഡേഴ്സ് നമ്മൾക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ വന്നത് നമ്മുടെ പുതിയതായിട്ട് പ്രിന്റ് ചെയ്ത് എത്തിയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് സാരീസ്. അപ്പോൾ നമ്മുടെ ഇൻഡിഗോ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് സാരീസ് ആണ് കേട്ടോ. ഇത് കുറച്ചൊരു 5-6 ഡിഫറെന്റ് പ്രിന്റ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്കിതിന്റെ കളക്ഷൻസ് ഫുൾ വീഡിയോയിൽ വരുന്നതാണ്, നിങ്ങൾ കാണാൻ മറക്കല്ലേ. നമ്മുടെ കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ ഇൻഡിഗോന്റെ കളക്ഷൻസ്, നിങ്ങൾ അടുത്ത ചോദ്യം അതായിരിക്കും ഇൻഡിഗോ കളക്ഷൻസ് ഇല്ലേന്ന്. അപ്പോൾ കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ ഇൻഡിഗോ സാരീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. മൾക്കോട്ടണിൽ കുറച്ച് നല്ല ഡിസൈൻസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ചെറിയ പ്രിന്റ്സിൽ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഒരു ഇൻഡിഗോ സാരി വരുന്നത്, അതിന്റെ പല്ലു ആണിത്. ബോഡി മൊത്തം മാംഗോ. ഇതിന്റെ ലിനൻ കോട്ടണും സെയിം പ്രിന്റിൽ തന്നെ വന്നിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോ ഇതാണ് ഫസ്റ്റത്തെ ഒരു കളക്ഷൻ വരുന്നത്. ഇതിന്റെ പല്ലു ആണ് ഇത്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇപ്പൊ വന്നിട്ടുള്ള സാരികളിലെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് സാരികളിൽ ഇൻഡിഗോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഇത് കുഞ്ഞിതായിട്ടുള്ള ഒരു നല്ല ക്യൂട്ട് പ്രിന്റ് ആണ് ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ഒക്കെ നന്നായി എടുത്ത് കാണിക്കുന്ന ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഇൻഡിഗോസ് ആണ് ഇതെല്ലാം. ഈ ഒരു സാരിയുടെ പല്ല് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു സാരിയുടെ പല്ലു. ഇതിന്റെ ബോഡി ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ വെച്ച് കാണിച്ചുതരാം ഇതിന്റെ ബോഡി. ഇൻഡിഗോ കോട്ടൺ ആയാലും ലിനൻ ആയാലും എല്ലാം വാഷസിൽ കളർ പോവും. നാച്ചുറൽ കളറിൽ മുക്കിയെടുത്ത് വരുന്ന സാരീസ് ആണ്. ഒരു കായാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഈ കളർ നമുക്ക് എടുക്കുന്നത്. അത് കുറേ ദിവസം ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് വരുന്ന കളറാണ് ഇതിൽ മുക്കുന്നത്. ഇത് മുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഡ്രൈ ചെയ്യുള്ളൂ. ഡ്രൈ ചെയ്ത് അയൺ ചെയ്ത് വരുള്ളൂ. വാഷ് ചെയ്തിട്ടല്ല പിന്നെ വരുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഫ്യൂ വാഷസിൽ ഇതിന്റെ കളർ പോണത്. പിന്നെ ഞാൻ ലിനൻ ഇൻഡിഗോന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉപ്പുള്ള വെള്ളത്തിൽ ജസ്റ്റ് വാഷ് ചെയ്തിട്ട് നമ്മുടെ മേലൊന്നും ഈ കളർ പിടിക്കില്ല. പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് നാച്ചുറൽ ഷെയ്ഡാണ്. നമുക്ക് സ്കിൻ അലർജി ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. നാച്ചുറൽ കളർ ആയതുകൊണ്ട്. ആർട്ടിഫിഷ്യൽ ആകുമ്പോഴേ നമുക്ക് സ്കിന്നിന് കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തെന്നെ ആയാലും ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ്. ഇതിന്റെ ബ്ലൗസ് പീസ് ഇത് നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ ഇൻഡിഗോയിൽ ഇത്തവണ വന്നിട്ടുള്ളതില്. നെക്സ്റ്റ് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. നോർമലി നിങ്ങൾ കാണുന്നതിനൊക്കെ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്രിന്റിലുള്ള ഇൻഡിഗോ കോട്ടൺ സാരിയാണിത്. ഇതിന്റെ പല്ലു ആണ് ഈ കാണുന്ന പ്രിന്റിൽ ഇതിന്റെ പല്ലു വരുന്നത്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ്. ഒരു ഈ സാരീസ് ഒക്കെ ബോർഡർലെസ് ആയിട്ടുള്ള സാരീസ് ആണ്. ബോർഡർ ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊന്നും കൊടുക്കില്ല. സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് ആണ്. ഇതിന്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ സേവ് ദ ഡേറ്റ് ഷൂട്ടിനൊക്കെ നമ്മുടെ കോട്ടൺ ഒക്കെ അന്വേഷിച്ച് വരാറുണ്ട്. അപ്പോൾ നല്ല കുറച്ച് കളക്ഷൻസ് വന്നപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ച വീഡിയോ എടുത്താണ്. ഇതിന്റെ ബോഡി ഇങ്ങനെയാണ് വരുന്നത്. പല്ലു ഞാൻ ഓൾറെഡി കാണിച്ചു. നല്ലൊരു ഡിസൈനിലാണ് പല്ല് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ. അടുത്തൊരു സാരിയാണ്. ഈ ഒരു പാറ്റേണിൽ വരുന്ന സാരിയാണിത്. ഇതിന്റെ പല്ല് വരുന്നത് കുറച്ചൊരു വലിയ പ്രിന്റിലാണ് പല്ല് കൊടുത്തിട്ടുള്ളത്. ഇൻഡിഗോ സാരിക്ക് നല്ലൊരു ഈ കളേഴ്സിന്റെ മണം വരും. അത് ഈ നാച്ചുറൽ ആ കായ ഞാൻ ഓൾറെഡി സ്മെൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്താ സ്മെല്ല് എന്ന് അറിയാൻ വേണ്ടി. കാരണം സാരിയുടെ സ്മെൽ ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ സ്മെൽ ചെയ്തപ്പോൾ ആ മണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സെയിം സ്മെൽ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ നാച്ചുറൽ കളേഴ്സ് അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ് ഈ ഒരു സാരിയുടെ പല്ലു. ഇതിന്റെ ഓൾ ഓവർ ബോഡിയിൽ ഡിസൈൻ വരുന്നുണ്ട്. ഇനി ബ്ലൗസ് പീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല സിക്സാഗ് ലൈൻസിലാണ് ബ്ലൗസ് പീസിന്റെ ബോർഡർ കൊടുത്തിട്ടുള്ളത്. അടുത്തൊരു സാരിയാണ് നമ്മുടെ നല്ലൊരു പ്രിന്റിൽ വരുന്ന ഈ ഒരു സാരി. ഇതും നല്ലൊരു പ്രിന്റ് തന്നെയാണ്. എല്ലാം നല്ലത് തന്നെയാണ്. ഒന്നിനൊന്നിനും വെച്ചാണ് എല്ലാ പ്രിന്റും. ഇതിന്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ. കുറച്ചൊരു യൂണീക്ക് ആയിട്ടുള്ള പ്രിന്റ്സ് ആണ്. ഇതിങ്ങനെ സ്ക്വയറിൽ ഡിഫറെന്റ് പ്രിന്റ്സ് വരുന്നതാണ്. ഇതിന്റെ പല്ലു ഇങ്ങനെയാണ്. ഇതിന്റെ പല്ലു
ആൻഡ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത്രയും പുതിയതായിട്ടുള്ള പ്രിന്റ്സ് ആണ് നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട പ്രിന്റ് ഏതാണ് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് എടുത്ത് അയച്ചാൽ മതി. അപ്പൊ ഞാൻ അതിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതാണ്. പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. ഈ സാരീസ് ഒന്നും അധികം നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പൊ സോൾഡ് ഔട്ട് ആയി പോകും. വീഡിയോ ഇടേണ്ട താമസമേ ഉള്ളൂ, ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്പോഴേക്കും പോണ സാരീസ് ആണ് കേട്ടോ ഇൻഡിഗോ. അപ്പൊ അടുത്തൊരു സാരി സെഗ്മെന്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.